ഈ വീഡിയോയുടെ ആരംഭത്തിന് മുമ്പ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് താല്പര്യമുള്ളവരുടെ അറിവിലായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ നവരാത്രിയോട് അനുബന്ധിച്ച് മഹാനവമി, വിജയദശമി നാളുകളിൽ നമുക്കറിയാം ഈ നാളുകളുടെ പ്രത്യേകത ജീവിത വിജയത്തിൻ്റെ ജ്ഞാനസ്വരൂപത്തിലേക്ക് കടന്നു പോകാൻ, ജ്ഞാനം സ്വീകരിക്കാൻ, അറിവ് നേടാനുള്ള ഒരു സമയമാണ്. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾ, ജീവിതത്തിൻ്റെ നമ്മുടെ ദുരിതങ്ങളെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് നന്മയുടെ, പ്രകാശത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് കടന്നു പോകുന്ന ഒരു വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ദിനമാണ് നവരാത്രി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ഈ നവരാത്രിയോട് അനുബന്ധിച്ച് നമ്മൾ ശാക്തേയ മാന്ത്രിക പീഠത്തിൽ നമ്മളിവിടെ മന്ത്രദീക്ഷ കൊടുക്കാറുണ്ട്. അതായത് മന്ത്രദീക്ഷ കൊടുക്കുന്നതിന് ചില രീതികളുണ്ട്. ആ രീതികൾ അവലംബിച്ചുകൊണ്ട് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പകർന്നു നൽകിയ ജ്ഞാനവും അറിവും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ദീക്ഷാരൂപത്തിലേക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഏത് തലത്തിലുള്ള ആളുകൾക്കും മന്ത്രദീക്ഷ സ്വീകരിക്കാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും, സ്ത്രീ പുരുഷ വർണ്ണ ജാതി ഭേദമന്യേ നിങ്ങൾക്ക് മന്ത്രദീക്ഷ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സുദിനമാണ് ഈ വരാൻ പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളുടെ ജാതക പരിശോധനയിലൂടെയാണ് കണ്ടെത്തി നിങ്ങൾക്ക് ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദേവതയുടെ ദീക്ഷ, മന്ത്ര ദീക്ഷ നിങ്ങൾക്ക് നൽകുന്നതാണ്. ആ മന്ത്രദീക്ഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഉത്കൃഷ്ടമായ ഉന്നതമായ ഒരു സ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വര ചൈതന്യത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു സമ്പ്രദായത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് സ്വയം ഈശ്വരനായി മാറാനായിട്ട് സാധിക്കുന്ന ഒരു മഹനീയമായ ദിവസമാണ് ഇത് വരാൻ പോകുന്ന നവരാത്രി എന്ന് പറയുന്നത്. അത് മുൻകൂട്ടി ഈ ദീക്ഷ എടുക്കേണ്ട ആളുകൾ അവരുടെ കാര്യങ്ങൾ മുൻകൂട്ടി വിളിച്ച് സംശയങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തുകയും മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഈ കാണുന്ന നമ്പറിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം.